കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മുങ്ങിയെന്ന വാർത്തയാണ് വരുന്നത്. കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും മറ്റു വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന വിവരം കൂടി ഇപ്പോൾ എത്തുകയാണ്. രാജ്കുമാറുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്തിയെന്ന വിവരമാണ് എത്തിയിരിക്കുന്നത്. ഈ മുങ്ങിയ വള്ളത്തിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ന് പുലർച്ചെ കൊല്ലം പോർട്ട് കൊല്ലത്തിൽ നിന്ന് 2 പേർ സഞ്ചരിക്കുന്ന ഫൈബർ വള്ളത്തിൽ പോയ ആ വള്ളമാണ് ഇന്ന് ഈ തങ്കശ്ശേരി പുലിമുട്ടിന്റെ ഭാഗത്ത് വലയിട്ട് മീൻ പിടിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള തിരയിൽപ്പെട്ട് മുങ്ങിയത്. ആ വള്ളം കടലിൽ താഴേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്. ഈ വള്ളത്തിന്റെ ഉടമ സിറിലിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന ആളിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആള് ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ആള് ഇപ്പോൾ അവിടെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഈ പറഞ്ഞ പോലെ മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും മറ്റ് അവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കടലിൽ തെരച്ചിൽ നടത്തുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. ഈ രക്ഷപ്പെട്ട സിറിൽ ഫിഷറീസിന്റെ നിരീക്ഷണ ബോട്ടിൽ തന്നെയാണ് ഉള്ളത്. കരയിൽ ഇതുവരെ എത്തിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങളില്ല. പക്ഷേ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.